പല പല ഭാവമേ മരന്തും തുളുമ്പും മനമാകെ പഞ്ചായത്ത് മെമ്പർ വി.കെ.എം. ഷാഫി സാറ് പറഞ്ഞിരുന്നു, നിങ്ങൾ എന്തെങ്കിലും കോളേജിൽ നിന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് വയനാട് പോയി ചുരമല എന്തായാലും കാണണം എന്നുള്ളത്. ഇപ്പം അവിടെ പോയി കണ്ടപ്പോഴാണ് സാറ് എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷെ പോവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അവിടെ പോയി കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഓരോ വീടിൻ്റെ അവസ്ഥകളും കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പ്രയാസം തോന്നി. ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അത്രത്തോളം അവരനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള പ്രയാസം അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഫസ്റ്റിലൊരു വീട്ടിൽ ചെന്നപ്പോൾ ആദ്യം എൻ്റെ കണ്ണിൽ പെട്ടത് ഒരു ചളി പിടിച്ച് കിടക്കുന്ന ഒരു ടോയ്. അത് കണ്ടപാടെ എനിക്കെൻ്റെ മക്കളെയാണ് ഞാൻ അതിൽ റിലേറ്റ് ചെയ്ത് പോയത്. അത്രയും ആഗ്രഹിച്ചിട്ടാവും അത് വാങ്ങിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതെല്ലാം ആ ഒരു നിമിഷം കൊണ്ട് അവസാനിച്ച് അത് കണ്ടപ്പോൾ ശരിക്കും മനസ്സിൽ വല്ലാത്തൊരു വിഷമായി പോയി. അതുപോലെ അവിടെ പകുതി പണി തീർന്ന വീടുകളും അവർക്കത് എത്ര ആഗ്രഹത്തോടു കൂടി ഉണ്ടാക്കിയ വീടുകളാവും. പുതുക്കം വാങ്ങിയിട്ടില്ല ഓരോ വീടുകളൊക്കെ. അതുപോലെ ഇന്നൊരു വീട്ടിൽ കയറിയപ്പോൾ ഒരു കെന്നറ്റ് ജോസ് എന്ന് പറഞ്ഞൊരു കുട്ടി, അതും വല്ലാണ്ട് എനിക്ക് ഫീലായി. ആ കുട്ടീൻ്റെ 9ാം ക്ലാസ്സിലത്തത് 7ാം ക്ലാസ്, ഇപ്പോൾ +1 തോന്നുന്നു. ആ കുട്ടി ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുന്നേ കുട്ടി +1 തോന്നുന്നു പഠിക്കുന്നത്. കാരണം അതുവരെയുള്ള എല്ലാ ID കാർഡും ആ കുട്ടീൻ്റെ ആ വീട്ടിൽ തോന്നുന്നുണ്ട്. അതുപോലെ 50ലധികം മെഡൽ ഉണ്ടാവും ആ വീട്ടിൻ്റെ അകത്ത്. ആ ഒരു ഷെൽഫിൻ്റെ അകത്ത് അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമായി. പല പല ഭാവമേ